നമസ്കാരം, ഞാൻ സിജു രാജൻ. ട്രേഡ്മാർക്ക് രജിസ്ട്രേഷൻ പൊതുവേ നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിലാണ്, റൈറ്റ്? IP ഇന്ത്യയിലാണ് നമ്മൾ എടുക്കാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ മാത്രമായിരിക്കും ബാധകമാകുന്നത്. നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലും ഈ ഒരു പേരിൽ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരിൽ ട്രേഡ് മാർക്ക് എടുക്കുന്നതായിട്ട് വരും. അത് എങ്ങനെ അപേക്ഷിക്കാം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ എങ്ങനെ നമുക്ക് ട്രേഡ് മാർക്കിന് അപേക്ഷിക്കാം, ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്ക് ഗവേൺ ചെയ്യുന്നത് മാഡ്രിഡ് പ്രോട്ടോക്കോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡ്രിഡ് യൂണിയനകത്ത് വരുന്ന രാജ്യങ്ങൾക്കായിരിക്കും ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോളിന് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. 128 രാജ്യങ്ങളാണ് മാഡ്രിഡ് യൂണിയനകത്ത് വരുന്നത്. ഇന്ത്യയും അതിനകത്തുള്ള ഒരു മെമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പൊതുവേ ഈ ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിനായിട്ട് ധാരാളം എൻക്വയറീസ് വരാറുണ്ട്. പക്ഷേ അങ്ങനെ ആരും ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതിനുള്ളൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ അവസാനം പറയാം. ഇനി ആർക്കെല്ലാമാണ് ഈ ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിന് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം. ആ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഒന്ന്, അവർ ഇന്ത്യൻ സിറ്റിസണോ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നവരോ ആയിരിക്കണം, റൈറ്റ്? 2, ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് എടുത്തിട്ടുള്ളവരായിരിക്കണം. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിന് അപേക്ഷിക്കേണ്ടത്. 3, ഇന്ത്യയിൽ ട്രേഡ് മാർക്കിന് അപേക്ഷിച്ച അതേ ലോഗോ, അതേ പേര്, അത് വെച്ച് മാത്രമേ നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിന് അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിന് അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മാത്രമല്ല, ഇന്ത്യയിൽ നമ്മൾ ഏത് ക്ലാസ്സിലാണ് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്, സെയിം ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഗുഡ്സ് സെയിം സർവീസ് വരുന്ന ക്ലാസ്സിൽ മാത്രമേ നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിൽ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ഈ മാഡ്രിഡ് യൂണിയനകത്ത് വരുന്ന ഒന്നോ അതില്ലെങ്കിൽ അതിലധികമോ രാജ്യങ്ങൾക്ക് ഒരുമിച്ചിട്ട് നമുക്ക് ഈ ട്രേഡ് മാർക്ക്, ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ പ്രകാരമായിരിക്കണം അപേക്ഷിക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ ഒറ്റ സിംഗിൾ വിൻഡോ വഴി അപേക്ഷിക്കുന്ന രീതിയാണ് ഈ ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിൽ നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു മാഡ്രിഡ് പ്രോട്ടോക്കോൾ വഴി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ രാജ്യത്തിലും ഇത്തരത്തിൽ ചെക്ക് ചെയ്യണം, ഈ ട്രേഡ് മാർക്ക് അവൈലബിൾ ആണോ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരുപക്ഷെ ഈ ഒരു ട്രേഡ് മാർക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല, ഓൾറെഡി ആ ഒരു പേരിൽ കമ്പനീസ് ഒന്നും കാണത്തില്ല. പക്ഷേ US അത്തരത്തിലൊരു കമ്പനി കാണും. അപ്പോൾ US നമുക്ക് അപേക്ഷിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓരോ രാജ്യത്തിലും നെയിം അവൈലബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യമാണ്. ഇത്തരത്തിൽ ട്രേഡ് മാർക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ MM2E എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോം ഉണ്ട്. ഈ ഒരു ഫോമാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അത് ഓഫീസ് ഓഫ് രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്സ് ഓഫ് ഇന്ത്യയിൽ ആണ് നമ്മൾ ആ ഒരു സൈറ്റിനകത്ത് കയറിയിട്ടാണ്, അതായത് IP ഇന്ത്യയുടെ സൈറ്റിനകത്ത് കയറിയിട്ട് തന്നെയാണ് ഡയറക്റ്റായിട്ട് നമ്മളിതിനെ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്സ് ഈ ആപ്ലിക്കേഷൻ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം അത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, നമ്മൾ WIPO എന്നാണ് പറയുന്നത്, വിപ്പോ, WIPO. സോ WIPOയിലേക്ക് അയക്കും. അത് ജനീവയിലാണ് ഓഫീസ് വരുന്നത്, സ്വിറ്റ്സർലാൻഡിൽ. ഈ വിപ്പോ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം, ഈ ഒരു ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം അവരുടെ ഗസറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നു. വിപ്പോ ഗസറ്റിനകത്ത് ഇത് പബ്ലിഷ് ചെയ്യുന്നു. പബ്ലിഷ് ചെയ്തതിന് ശേഷം ഓരോ രാജ്യത്തിലും ഒപ്പോസിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അറിയാം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു റിസംബ്ലൻസ് വരുന്ന മറ്റൊരു കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒപ്പോസിഷൻ ഫയൽ ചെയ്യാനായിട്ട് കഴിയും. പലപ്പോഴും ഇന്ത്യയിലും നമ്മൾ IPയിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒപ്പോസിഷൻസ് വരാറുണ്ട്. മറ്റുള്ള കമ്പനീസ് ഞങ്ങളുടെ പേരുമായി റിസംബ്ലൻസ് വരുന്ന ഈ ഒരു പേരാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഒപ്പോസിഷൻ നോട്ടീസ് അയക്കാറുണ്ട്. ഇത്തരത്തിൽ ആ രാജ്യത്തിലുള്ള മറ്റ് കമ്പനീസിന് ഇത്തരത്തിൽ അവരുടെ പേരുമായിട്ട് റിസംബ്ലൻസ് വരുന്നൊരു പേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒപ്പോസിഷൻ ഫയൽ ചെയ്യാനായിട്ട് കഴിയും. ഈ ഒപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഡീല് ചെയ്യേണ്ടത് മാഡ്രിഡ് പ്രോട്ടോകോൾ പ്രകാരം അപ്ലൈ ചെയ്തിട്ടുള്ള വ്യക്തിയും, അതായത് നമ്മളും ആ രാജ്യവും തമ്മിലായിരിക്കണം അവിടെ ഡീലിങ്സ് വരേണ്ടത്. മാഡ്രിഡ് പ്രോട്ടോകോൾ അവിടെ ഡെഫിനറ്റ്ലി വരും, പക്ഷേ ഡീലിങ്സ് വരേണ്ടത് ആ രാജ്യവും നമ്മളും തമ്മിലായിരിക്കണം. അപ്പോൾ അതായത് ഓരോ രാജ്യത്തിലും ഇത്തരത്തിൽ ഒപ്പോസിഷൻ വരുന്ന സമയത്ത് ആ രാജ്യത്തിന് അത് സോൾവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ഒപ്പോസിഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് റെസ്പോൺസ് കൊടുക്കുന്നതാണെങ്കിലും, അപ്പീൽ ആണെന്നുണ്ടെങ്കിലും, ഹിയറിംഗ് ആണെന്നുണ്ടെങ്കിലും, പ്രോസിക്യൂഷൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ആ രാജ്യവും നമ്മളും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇതിനിടയിൽ വിപ്പോ, വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, ഇതിനിടയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ആ രാജ്യം അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ US ആണെങ്കിൽ US അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ പോലെ തന്നെ 10 വർഷമായിരിക്കും നമുക്കത് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് വരുന്നത്. അതിനുശേഷം അത് നമ്മൾ റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു പാക്കേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ബ്രാൻഡ് എന്നാൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വ്യക്തി കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണ്. ഈ ഇമോഷനെ ബേസ് ചെയ്തിട്ടാവണം ലോഗോവും വെബ്സൈറ്റും പാക്കേജ് ഡിസൈനും കോണ്ടന്റും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കും ഒരു ബ്രാൻഡ് നിർമ്മിക്കാം.
ഇനി എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്ക് നമ്മളുടെ നാട്ടുകാർ അധികം എടുക്കാത്തതെന്ന് നോക്കാം. ഒന്നാമത്തെ റീസൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒപ്പോസിഷൻസ് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യവുമായിട്ട് നമുക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവർ വഴി ചെയ്യേണ്ടതായിട്ട് വരും. റൈറ്റ്, ഇത് ഒന്നാമത്തെ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആണിത്. രണ്ടാമത്തേത് ഇതിൻ്റെ ഫീസ് ഘടനയാണ്. പലപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ 4500 രൂപ മാത്രമേ ഗവൺമെൻറ് ഫീസായിട്ട് വരുന്നുള്ളൂ പ്രൊപ്പറേറ്റർഷിപ്പിന്. MSME ആണെന്നുണ്ടെങ്കിൽ 4500 വരുന്നുള്ളൂ. നോർമൽ ഫീസ് എന്ന് പറയുന്നത് 9000 ആണ്. വളരെ കുറവാണ് കമ്പയറിംഗ് വിത്ത് അതർ നേഷൻസ്. ഇത് വളരെ കുറവായിട്ടുള്ളൊരു ഫീസാണ്. നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 3 രാജ്യത്തിലേക്ക് നമ്മൾ അപേക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക. 3 രാജ്യങ്ങളിലേക്ക്. ഒന്ന് ഒരു സിംഗിൾ ക്ലാസ്സിലാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. ഒന്ന് UAE അപേക്ഷിക്കുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ അപേക്ഷിക്കുന്നുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ US നമ്മൾ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 3 രാജ്യങ്ങളിൽ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ബേസിക് ഫീ വരും. ഈ ബേസിക് ഫീ എന്ന് പറയുന്നത് 653 സ്വിസ് ഫ്രാങ്ക് ആണ്. സ്വിറ്റ്സർലാൻഡിലെ കറൻസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ കറൻസി വെച്ച് നോക്കുന്ന സമയത്ത് 86 രൂപയാണ് ഒരു സ്വിസ് ഫ്രാങ്കിന് നിന്ന് വരുന്നത്. സോ 56,000 രൂപ നമുക്ക് ബേസിക് ഫീ ആയിട്ട് വരും. ഇനി ഓരോ രാജ്യത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഈ 3 രാജ്യങ്ങളിൽ ടോട്ടൽ വരുന്നത് 2353 സ്വിസ് ഫ്രാങ്ക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2,02,000 സംതിങ് രൂപ, 2 ലക്ഷം രൂപയുടെ അടുത്താണ് നമുക്ക് 3 രാജ്യങ്ങൾക്ക് മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 2,58,000 രൂപ നമുക്ക് ഈ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷന് വേണ്ടി മാത്രം പോകും. ഇനി ബാക്കി ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏജൻസിയുടെ ഫീസ്, ഒപ്പോസിഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഫീസ് എല്ലാം കൂടി വലിയൊരു തുകയായിരിക്കും വരുന്നത്. കമ്പയറിംഗ് വിത്ത് ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയൊരു തുകയാണ്. അല്ലാതെ ഒരു 2,50,000 രൂപ വലിയൊരു തുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു തുകയല്ല ഒരു സാധാരണ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ സ്പ്ലിറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ 263 സ്വിസ് ഫ്രാങ്കാണ് വരുന്നത്, UAE അത് 1630 സ്വിസ് ഫ്രാങ്കാണ് വരുന്നത്, US 460 സ്വിസ് ഫ്രാങ്കാണ് വരുന്നത്. അപ്പം മിനിമം നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,50,000 മേലെയായിരിക്കും മിനിമം നമുക്ക് ആപ്ലിക്കേഷന് വേണ്ടി മാത്രം എക്സ്പെൻസ് വരുന്നത് 3 രാജ്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങൾ അപേക്ഷിക്കുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് പലരും ഈ ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് മടിക്കുന്നത്, എൻക്വയറീസിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത്. മൈക്രോമാക്സ് ഇന്ത്യയിൽ നിന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് 110 കൺട്രീസിൽ ഇന്ന് ട്രേഡ് മാർക്ക് ഉണ്ട്. അവർ അപേക്ഷിച്ചിട്ടുള്ളത് ഈ പറയുന്ന മാഡ്രിഡ് പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് 110 രാജ്യങ്ങളിൽ ഇന്ന് ട്രേഡ് മാർക്ക് അവൈലബിൾ ആണ്, അവർക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ദിസ് ഓൾ അബൌട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്ക്. അപ്പം ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്ക് ഡെഫിനറ്റ്ലി അപേക്ഷിക്കാം, പക്ഷേ കമ്പയറിംഗ് വിത്ത് ഇന്ത്യ കോസ്റ്റ് വളരെ കൂടുതലാണ്, കുറച്ച് റിസ്ക് കൂടുതലാണ്. നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും ഇത്തരത്തിലുള്ള ഒബ്ജക്ഷൻസ് എല്ലാം മറ്റു കാര്യങ്ങൾ വരുന്ന സമയത്ത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്ക്. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലുള്ള കമ്പനിയാണ് ഉചിതം? നിങ്ങൾ നിശ്ചയിച്ച പേരിന് ട്രേഡ് മാർക്ക് കിട്ടുമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ തീർക്കുവാനും ഈ പറയുന്ന കമ്പനി രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള സേവനങ്ങൾക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക 7012431293.